ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നല്ലേ, ഇന്ന് നമുക്ക് ഒരു വിഷമമായൊരു കാര്യമാട്ടോ. നമ്മളെ വീട്ടിൽ ഇതിന് മുമ്പ് നമ്മൾ ചാനലിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് നമ്മൾ ഗിരിരാജ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം സമയത്ത് ആ കൂട്ടിലൊക്കെ ഇട്ട് രാവിലെ തുറക്കാൻ പോയപ്പോഴാട്ടോ അതാ ഇങ്ങനെ കാണുന്നത് നമ്മളെ കോഴിക്കുഞ്ഞ്. ആദ്യം ഞാൻ വിചാരിച്ചത് ചത്തുപോയതാണെന്നാ, പിന്നെയാണ് കാല് കൊഴിഞ്ഞു പോയതാണെന്നുള്ളത് മനസ്സിലായത്. കാല് മാത്രമല്ല കേട്ടോ, നമ്മളെ അതിൻ്റെ കഴുത്തും കൂടി ഇതാ ഈ ഒരു അവസ്ഥയാട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടോ ഇങ്ങനൊരു അനുഭവം വരുന്നത്. നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നെ ആ മരുന്ന് കൊടുത്ത് വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കോഴിക്കുഞ്ഞിന് ഞാൻ എന്താ കൊണ്ടുവന്നിട്ട് ഇവിടെ ന്യൂറോബയോൻ്റെ ആ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, ഞാൻ സ്റ്റോക്ക് വെക്കുകയുള്ളൂ കേട്ടോ നമ്മൾ കോഴികളുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അന്നപ്പോൾ ഇതിന് മരുന്ന് കൊടുക്കാൻ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടായില്ല, വേഗം മാറുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാക്കുന്ന ഇങ്ങനൊരു കിടത്തം കാണുമ്പോൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മാറും എന്നുള്ളത് തന്നെ. അപ്പോൾ കഴുത്ത് എന്താ പറയുക, ഇങ്ങനെ ചുറ്റി ഇതാ ഇങ്ങനെയായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആകെ ഒരു ടെൻഷനായിട്ടോ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ന്യൂറോബയോൻ്റെ ടാബ്ലറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഇതില്ലെങ്കിലും കൊടുത്തു നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ന്യൂറോബയോൻ്റെ ടാബ്ലറ്റ് നമ്മൾ അസുഖം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ആയിട്ടെങ്കിലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ മരുന്നുണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. ഞാൻ കൊടുക്കാനുള്ളൊരു ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, നമ്മൾ ന്യൂറോബയോൻ്റെ ഗുളിക ഇനി അസുഖം ഇല്ലെങ്കിലും നമ്മൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കൂടുമ്പം ഇതൊന്ന് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അനുഭവമായിട്ട് ഞാനിപ്പോൾ പറയുന്നത്, നമ്മളെ കോഴിൻ്റെ കാൽ തളർച്ചയൊക്കെ കോഴികൾക്കൊക്കെ വരുന്നൊരു അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാനൊരു ഗുളിക എടുത്ത് പൊടിച്ചിട്ട് ഒരു 5 മില്ലി വെള്ളത്തിലാട്ടോ മിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു 5-6 തുള്ളിയൊക്കെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ കോഴിക്ക് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒന്നും കൂടി ബെറ്റർ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ കൊടുത്തപ്പോൾ കോഴിക്കുഞ്ഞ് നല്ല മാറ്റം കണ്ടതുകൊണ്ടാട്ടോ എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മളെ കോഴിക്കുഞ്ഞിന് നല്ലൊരു മാറ്റം തന്നെ കാണുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പോയിട്ടോ. നമ്മൾ ഈ രാവിലെ തന്നെ ഈ കോഴിക്കുഞ്ഞ് അസുഖം ബാധിക്കുകയും ചെയ്ത്, പിന്നെ തിന്നൊന്നും വെള്ളം കുടിക്കുന്നൊന്നും ഇല്ല കേട്ടോ, തീറ്റയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാക്കുന്ന ഞാൻ കുറച്ച് നമ്മളെ ഗ്രോവർ കുറച്ച് അതേപോലെ ഒന്ന് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കും പോലെ ഇതാ കുറച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായിട്ടും നല്ല ഉഷാറുണ്ട്, കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ഉഷാർ കുറവൊന്നുമില്ല, നടക്കുന്നില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് തീറ്റ കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്നിട്ട് ചെയ്ത് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് നമ്മൾ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്നിട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, തീറ്റയൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കോഴികൾക്ക് മുമ്പേ ഒരു അസുഖമോ കാര്യങ്ങളോ ഒരു ഉഷാർ കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം തീറ്റയൊക്കെ കൊടുത്ത് ഞാൻ കൂട്ടിലാക്കി രാവിലെ തുറക്കാൻ പോയപ്പോഴാട്ടോ, കൂട് തുറക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു അവസ്ഥ കണ്ടത്. അല്ലാതെ നമ്മളെ കോഴിക്കുഞ്ഞിന് ഒരു അസുഖം പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞ്, നല്ല ഉഷാറുള്ളൊരു കോഴിക്കുഞ്ഞായിരുന്നു കേട്ടോ. അതാണ് ഒരുപാട് വിഷമം വന്നത്. അസുഖമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കാൽ തളർച്ച മാത്രമല്ല, ആ ഒരു കഴുത്ത് തിരിച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ കഴുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല, ഈ ഒരു അവസ്ഥയാട്ടോ കാണുന്നില്ലേ, ഈ ഒരു അവസ്ഥയാണ്. കഴുത്ത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, കാലും നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.